ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാ കൂട്ടുകാരെ വർത്താനോ? ചൂടുകൊണ്ട് എല്ലാവരും ഒരു വൈക്ക് അയക്കണില്ലേ? സാരമില്ല, ചൂടൊക്കെ മാറിക്കോളും. നമുക്കത് താങ്ങാനുള്ള ശക്തി നമുക്ക് തരണേ പഠിച്ചോനേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് തരണേന്ന് ഈ റമദാൻ മാസത്തിൽ നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ആഫിയത്തുണ്ടാകണേ, ബർക്കത്തുണ്ടാകണേ. അങ്ങനെ ഇതാ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഇറച്ചി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇറച്ചിയല്ല, നമുക്ക് കുറച്ച് ചിക്കൻ പാർട്സ് ഉണ്ട്. അപ്പോൾ അത് രാവിലെ തന്നെ പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, വേറെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ പാർട്സ് ആയതുകൊണ്ട് അതിപ്പോൾ തന്നെ പണിയെടുക്കാമെന്ന് വിചാരിച്ചു കാണി നമ്മൾ അതിനുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വില കുറഞ്ഞിട്ട് ഒരുപാട് തക്കാളി ഉണ്ട്, ഈ കുഞ്ഞൻ തക്കാളികൾ. അപ്പോൾ അതൊക്കെ കുറച്ചാണ്ട് ഇട്ടാലേ കുറച്ചൊക്കെ എന്നാണ്ട് കറിയായി ചെയ്തോളൂ. അപ്പം വല്യുള്ളിയൊക്കെ ഉണ്ട്, തൊലിച്ചുകാണ്ട് അതൊക്കെ ഉണ്ട് എടുത്ത് വെച്ച്. അപ്പോൾ അതൊക്കെ കുക്കർക്ക് ഇട്ടുകാണ്ട് ഒന്ന് ലഗോൻ്റെ ഇതാണ് കേട്ടോ, പാർട്സാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വേവും ഉണ്ടാവും, കുറച്ച് മുട്ടയും എല്ലാം കൂടിയിട്ട് ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഇനി. അപ്പോൾ അതിൻ്റെ പാർട്സാണ് കേട്ടോ. അപ്പോൾ അത് 2-3 ദിവസമായി ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ അതൊന്നൊന്ന് എടുത്തൊടുങ്ങാണ്ട് ഒക്കെ ഒന്നുണ്ട് ശരിയാക്കുകയാണ്. അപ്പോൾ തക്കാളിയും കുറച്ചൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ടാ. തക്കാളി ഇടുമ്പോൾ തന്നെ ഉള്ള കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കൂടുതലില്ലേ. അപ്പോൾ തക്കാളി ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വലിയൊരു പഞ്ചമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട്, അപ്പോൾ നമ്മൾ പാർട്സ് കഴുകി വെച്ചത് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടൻ്റെ കുഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളെ ഒരു ചെറിയൊരു കുഞ്ഞ് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. കുക്കിംഗ് മാത്രമല്ല, അപ്പോൾ നമ്മളെ അങ്ങാടിയൊക്കെ ഒന്ന് കാണാൻ പോയതിന് കേട്ടോ. കുറേ ദിവസമായി എല്ലാവരും പറയണേ പലതും അങ്ങാടി ഭയങ്കര രസമുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാനും മോളും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് പോയി നോക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഇട്ടിക്കണേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ചപ്പിൻ്റെ തണ്ടുണ്ട് അതിനിട്ടാ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതിലിട്ടാണ് വെന്ത് പോയിക്കോളെന്ന് വിചാരിച്ച്. ഇലയൊക്കെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ പിന്നെ കൈകൊണ്ട് ഇളക്കുമ്പോൾ ആ മുട്ടൊക്കെ പൊട്ടുമെന്ന് വിചാരിച്ചിക്കാണ്ടേ ഞാനൊരു കോലുണ്ട്, ഞാൻ പൊടി വാട്ടണ കോല്, അതുകൊണ്ടൊന്ന് ഇളക്കിക്കാണ്ട് ഒന്ന് സെറ്റാക്കുകയാണ്. ചിക്കൻ പാർട്സ് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും. അപ്പോൾ അതൊന്ന് കുറച്ച് മസാലയൊക്കെ കണ്ട് ഇടുമ്പോൾ കറിയായും ചെയ്തോളും. നമുക്കൊരു ഇറച്ചിക്കറിയല്ലേ ആവശ്യം. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയാക്കി അപ്പോൾ ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഒന്ന് വിസിൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനിട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് അടുപ്പത്ത് വെച്ചുകാണ്ട് അടുക്കള ഒന്ന് തുടച്ചിടട്ടെ എന്നിട്ടാ. എല്ലായിടത്തും ദിവസം തുടക്കില്ല, അടുക്കള ഡെയിലി തുടക്കും കേട്ടോ. അടുക്കളയും വർക്ക് ഏരിയയും ഡെയിലി തുടക്കും. അപ്പോൾ അതൊന്ന് തുടക്കൽ കഴിഞ്ഞിട്ടാണോ എനിക്ക് കുളിക്കാൻ പോകാൻ. അപ്പോൾ ഈ വിസിലുണ്ട് കഴിഞ്ഞും വേണം. അപ്പോൾ അതൊക്കെ ഉണ്ട് കഴിഞ്ഞിരിക്കണേ. പിന്നെ ഇപ്പോൾ ചൂട് ആർക്കും സഹിക്കാൻ കഴിയണില്ലല്ലേ. ചൂട് കൊണ്ട് ഭയങ്കര ചൂട്. ഇനി വിഷു ആകുമ്പോൾ കുറച്ച് വിഷു കഴിഞ്ഞ ഒരു മഴ ഉണ്ടാവലുണ്ടല്ലേ പണ്ടേനെ. അപ്പം കുറച്ചൊന്ന് ചൂടിന് കുറവുണ്ടാവുമെന്ന് വിചാരിക്കുക. വിഷു 14-നോ 15-നൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമാധാനത്തിൽ നമുക്ക് ഇരിക്കല്ലേ. നമ്മൾ നോമ്പൊക്കെ അപ്പം അങ്ങനെ ഒരു വൈക്ക് അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ വേഗം എടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പൊടിയൊന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ മടക്കി ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദപ്പൊടി സ്വന്തമായിട്ട് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മൈദപ്പൊടി എടുത്ത് നോക്കുമ്പോൾ അത് തേച്ചില്ല. അപ്പോൾ ഞാൻ പിന്നെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ആട്ടപ്പൊടി ഉണ്ടായിനി. അപ്പോൾ അത് രണ്ടും പകുതി പപ്പാതിയാക്കി കണ്ട് എടുത്തുകൊണ്ട്. പിന്നെ ഏത് പൊടിയായാലും ഒന്ന് തരിക്കണം കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മളൊന്ന് തരിച്ച് നോക്കണം, എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് നന്നായി തരിച്ചുകാണ്ട് ഇടുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഇട്ടതൊന്നും വീഡിയോയിൽ പെട്ടില്ല, അതാട്ടോ പേവ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇട്ടതെന്ന്. ഓണാക്കാതെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് പാലൊഴിച്ചിട്ടാ. കുറച്ച് പാലൊഴിച്ച് കുറച്ച് പാൽപ്പൊടി ഇട്ട്, പിന്നെ 1 സ്പൂണ് പഞ്ചസാര ഇട്ട്, ഉപ്പിട്ട്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്. അതൊന്നും വീഡിയോയിൽ കണ്ടില്ല, വീഡിയോ ഓണാക്കാതെ അതൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് എടുത്ത് കാണിച്ചു തരികയാണ് ഇതൊക്കെയാണ് ഇട്ടതെന്ന്. അപ്പോൾ അതൊക്കെയാണ് കൂട്ടുമ്പോൾ പൊടി നല്ലോണം സോഫ്റ്റായി കിട്ടും കേട്ടോ. നമ്മൾ ചപ്പാത്തി നല്ലോണം സോഫ്റ്റായി വരും. അതിനായിട്ടത് ഒക്കെ ഇടേണ്ടത്. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽപ്പൊടി ഇടണ്ട, പാൽപ്പൊടി ഇവിടെ കൊണ്ടുവന്ന് ഇടേനി. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഇട്ട്, പിന്നെ കുറച്ച് പാൽ ചപ്പാത്തി ആട്ടത്, പാൽ പൊറാട്ട എന്നൊക്കെ പറഞ്ഞ മാതിരത്തെ. പിന്നെ മൈദ സ്വന്തം കൊണ്ട് ചുടുമ്പോഴാട്ടോ ടേസ്റ്റ്.
ഗോതമ്പാകുമ്പോൾ പിന്നെ വലിയ ഇതില്ല. ബിൽക്കൊക്കെ പിന്നെ ഗോതമ്പത്തിനോടാട്ടോ ഭയങ്കര ഇഷ്ടം. കാക്കാക്കും ഉമ്മാനിക്കൊക്കെ ഗോതമ്പത്തിനോടാണ് ഭയങ്കര ഇത്. നമുക്കൊക്കെ മൈദയാണേനും. അപ്പോൾ പിന്നെ ലേസം ഓയിൽ നമ്മൾ തടവി വെച്ചുകാണ്ട് നമ്മളെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകാണ്ട് നമ്മളൊന്ന് പോയി കിടക്കാനും ഓതാനൊക്കെ പോവാട്ടോ. നിസ്കരിച്ചുകാണ്ട് വേഗം കുഴച്ചേക്കാൻ വേണ്ടി വന്നതാണ്. ഓതാനാണ് മുസാഫ് എടുത്ത് കുറച്ചുകൊണ്ട് ഓതുമ്പോൾ അങ്ങനെ കണ്ണ് മാളിൽ തുടങ്ങും. അപ്പോൾ പിന്നെ ഉറക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പം നോമ്പ് കുറച്ചായില്ലേ, അല്ല ചൂടുമൊക്കെ ആയി, തടി ക്ഷീണത്തുമൊക്കെ ആയില്ലേ. പകലത്തെ ഉറക്കാനുള്ളൂ കേട്ടോ. രാത്രി ഫുള്ള് എനിക്ക് പണി തന്നെ. രാത്രി പിന്നെ ഉറക്കൊന്നുമില്ല, ഇസ്തിരി ഇടൽ, പിന്നെ ഇവരൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്ന് അവർക്കൊക്കെ കഞ്ഞി കൊടുത്ത് ഒരു നേരമാവട്ടെ ഞാൻ കിടക്കാൻ. 1 മണിയൊക്കെ ആവും. ഉറക്കിപ്പോൾ വരുന്നില്ല, കിടന്നിട്ട് ഉറക്കറ്റ് വരുന്നില്ല. 1 മണിയൊക്കെ ആവുന്നുണ്ട് കിടക്കാൻ. പിന്നെ 3 മണി 3:30 ആകുമ്പോഴത്തേന് പിന്നെ എണീക്കും. രാത്രി ഉറക്കം നന്ന കുറവാണ്. ഇനിയിപ്പം നോമ്പ് കഴിഞ്ഞാൽ ഇങ്ങനെ ശീലമായി വരേണ്ടി വരും. അപ്പോൾ പിന്നെ പൊടിയൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കാണ്ട് ഒന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നല്ലോണം സോഫ്റ്റായി കിട്ടും. ആ പാൽപ്പൊടിയൊക്കെ ഉണ്ട് കൂട്ടുമ്പോൾ നല്ല പൊടി നല്ലോണം സോഫ്റ്റായി വരും കേട്ടോ. വല്ലാതെ കുഴച്ച് പതാക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഒരു മുണ്ടുണ്ടെങ്കിൽ, തോത്തുമുണ്ടുണ്ടെങ്കിൽ നല്ല തോത്തുമുണ്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേപ്പറായിട്ടാണ് ഇടേണ്ടത്. അതായത് പിന്നെ ആവി ഇത് നല്ലണ്ട് കാറ്റ് കിടക്കാതെ ഉണ്ട് നിൽക്കാനായിട്ടാ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നാണ് നല്ല പൊടിയുണ്ട്, നല്ലാണ്ട് പൊന്തി വരും, സോഫ്റ്റായി വരും. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വൈകുന്നേരം എടുത്ത് തുടങ്ങേണ്ടത്. ഞാൻ അസ്ർ സ്കെച്ചിൻ്റെ രസമാണ് തുടങ്ങേണ്ടത്. അരിപ്പത്തിരിൻ്റെ അത്ര പണിയില്ല കേട്ടോ. അരിപ്പത്തിരി ആകുമ്പോൾ കുറേ പണിയല്ലേ, അപ്പോൾ അത്ര നേരത്തെ തുടങ്ങിയിട്ടില്ല. ഞാൻ അസ്റിൻ്റെ ശേഷമാണ് വന്നിക്കാണ്ട് പിന്നെ ഒന്ന് പരത്തുണ്ട്. എണ്ണാക്കിക്കാണ്ട് പരത്തട്ടെ നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം പൽമപ്പൊടി ഇട്ടുകാണ്ട് പരത്തി, ഓർമ്മയില്ലാതെ കേട്ടോ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇനി എന്ത് നമ്മളെടുത്തൊരു പേവ് വന്നാലും അത് കാണിച്ചു തരണമല്ലോ. അപ്പോൾ കട്ടി കുറയുന്നിടത്തോളം നല്ലാണ്ട് ഇതാക്കിക്കാണ്ട് പരത്തുക. ഞാൻ ഒരിക്കതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുക്കണം കേട്ടോ. അതാണ് പിന്നെ വല്ലാതെ കാണിച്ചു തരാത്തോ. പിന്നെ ഇപ്പം നമുക്ക് നോമ്പിനും മരിയൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ നല്ലതല്ലേ. അപ്പോൾ അരിപ്പത്തിരിയൊക്കെ ഇപ്പോൾ തിന്ന് കുറേ മടുത്തില്ല. അപ്പം പിന്നെ രസം എണ്ണ തടവി കൊടുത്തുകാണ്ട് പിന്നെ നമ്മൾ ഒന്നുകൊണ്ട് മടക്കട്ടാ. അപ്പം ഞാൻ അടി പൽമപ്പൊടി ഇട്ടിട്ടാട്ടോ അത് ഒരു ഒട്ടിപ്പിടിച്ചിൽ വന്നത്. അപ്പം അടി ഓയിലാട്ടാ പരട്ടേണ്ടത്. അപ്പം നേർക്ക് ശരിയായി വരും. അപ്പോൾ പിന്നെ അതുകൊണ്ട് എടുത്ത് വെക്കാം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഒന്നും കൂടി കാണിച്ചു തരാം. ഓയിൽ പറ്റിക്കാണ്ട് പരത്തുമ്പോൾ പിന്നെ വേഗം ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്താളി. ലൈക്കൊക്കെ ഇപ്പോൾ കുറവാണ്. ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മുന്നിലേക്ക് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് സഹകരണം ഉണ്ടായിട്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റണത്. അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കണ്ടില്ല, എണ്ണ പറ്റിക്കാണ്ടാക്കിയപ്പോൾ വേഗം ശരിയായി കിട്ടി. വെണ്ണ പറ്റണ്ടാട്ടോ നല്ലത്. അപ്പം ഇനി നമ്മൾ കാറ്റെടുക്കാത്ത തീക്കന്നെ വെക്കണേ. മിമ്മ പരത്തിയിട്ടാണ് ഈ ചുടാനേ. ഇതിക്ക് ഈ ചിക്കൻ പാർട്സിൻ്റെ കറി നല്ല ടേസ്റ്റാട്ടാ. തേങ്ങയൊന്നും അരക്കില്ല, അച്ചലിക്ക് മസാലക്കറി. ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഒരാഴ്ചൻ്റെ താഴെ കണ്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ഗ്യാസ് വെച്ചുകാണ്ട് ഒന്ന് ചുട്ടുകാണ്ട് കാണിച്ചിരിക്കണം. അപ്പോൾ മോന് ഫോൺ കൊണ്ടാൻ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ അവൻ കൂടി ഒന്ന് എടുത്ത് കാണാൻ കൊണ്ടാവുമെന്ന് വിചാരിച്ചിക്കാണ്ടേ. നല്ലോണം പൊള്ളിച്ച് വരും കേട്ടോ. നല്ലോണ്ട് ഒന്ന് മസ്റ്റിടാൻ വൈകി. അപ്പോൾ ലേസം ഒന്ന് കരിയാൻ വന്നിട്ടാ. നല്ലോണം പൊള്ളച്ചനായി വരും. അതിലാട്ട് ഇത് നല്ലോണം സോഫ്റ്റായി വരുന്നത്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് സ്വന്തം മൈദയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഗോതമ്പാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ചമർപ്പുണ്ടാവും. അത്രേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ പിന്നെ മോള് ഷമാമ് പിന്നെ ജ്യൂസ് അടുക്കണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണത്. ജ്യൂസ് അടിക്കലൊക്കെ ഓളുണ്ടായാൽ ഓലെയാണ് കഴിച്ചോളൂ. എനിക്ക് അതൊക്കെ ഭയങ്കര പണിയാണ്. അതിപ്പോൾ ഇതിൽ നിന്ന് ഒപ്പിച്ചെടുക്കണ്ടേ. അപ്പോൾ അമ്മാരിയൊക്കെ ഓൾ ചെയ്തോളൂ. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടപ്പോൾ അങ്ങനെ ഇതാക്കി തട്ടാം. അപ്പോൾ അതിന് ആ കട്ടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈസൂർ പഴ റോബസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇട്ടാൽ കുറേ കട്ടിപ്പിനാക്കുണ്ടാവും. പിന്നെ ഓൾ പാലൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ. പാല് ഉപ്പാക്കൊന്നും പാല് പറ്റില്ല. അപ്പോൾ അതിന് പാലില്ല, ഞാൻ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവില്ല അറിയാണ്ടേ. പിന്നെ ഓൾ അണ്ടി ചെറുതാക്കി അടുപ്പത്ത് വെച്ചുകാണ്ട് ചട്ടി ഇട്ടുകാണ്ട് വറുത്തിടുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ക്ലാസ്സിക്കാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. നമ്മൾ പിന്നെ പാത്രത്തിൽ തന്നെ ഇട്ട് പിന്നെ പാരിനെ നേരത്തെ മറക്കുമെന്ന് വിചാരിച്ചുകാണ്ടേ. അപ്പോൾ ഇതിങ്ങനെ മൂപ്പിച്ചിക്കാണ്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാട്ടോ ഇതിക്ക്. ഒരാൾ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ നമുക്കിങ്ങനെ ഒരു കയ്യാക്കത്തിന് വേണം. അങ്ങനത്തെ ഇതിന് ഈ നോമ്പർക്കലിനൊക്കെ അതാട്ടോ വലിയ ആവശ്യം. നമ്മളെ എല്ലായിടത്തും കണ്ട് എത്തിപ്പെടില്ലേ. വലിയ വലിയ പണികൾ നമുക്കുണ്ടായാലും ഈ ചെറിയ പണികൾ എടുക്കാൻ ഒരാളൊക്കെ വേണം. എപ്പോഴൊക്കെ കിട്ടൂല. അപ്പോൾ പിന്നെ ചപ്പാത്തിയും വലിയ ഷേപ്പില്ലെങ്കിലും കഴിക്കാൻ ഇത് നന്നായി പൊള്ളണം താകണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഏണും കോണൊക്കെ ആവണുണ്ട്. അയച്ചിട്ട് വേവിനും ഇതിനൊന്നും കുഴപ്പമില്ല. പൊള്ളിച്ചണുണ്ട് കേട്ടോ. അങ്ങനെ പൊള്ളിച്ച് വരുന്നതുകൊണ്ടാണ് നല്ല സോഫ്റ്റായി കിട്ടുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ ഞാൻ പിന്നെ അടുപ്പത്താണ് വെച്ചത് കേട്ടോ. അതിനെ കാറ്റെടുക്കാതെ കാസറോൾക്ക് ഉണ്ടാക്കി വെക്കും ചെയ്യുക. അപ്പോൾ കണ്ടില്ല നല്ല പദം വരുന്നുണ്ട്, നല്ല സോഫ്റ്റായി വരുന്നുണ്ട് കേട്ടോ. പാല് കൂട്ടിയതുകൊണ്ട് പാൽപ്പൊടിയൊക്കെ കൂട്ടിയാൽ അങ്ങനെയാണ് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് ഫ്രിഡ്ജിൽ നിന്നൊന്നും അച്ചയിലേക്ക് എടുത്ത് കൊണ്ടുവരും ചെയ്യരുത് കേട്ടോ. ഒരു ചെറിയ ചൂടുമല്ല തണുപ്പല്ലാത്ത ഒരു ഇതിൽ ആയി കിട്ടണം പാലൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നായിട്ട് ആയി കൊള്ളണില്ല. ബാക്കി അതിലോട്ട് വെച്ച് അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ഇട്ടത് അങ്ങാടിക്ക് പോവുകയാണെങ്കിൽ നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രസാട്ടാ. അങ്ങാടി ഞങ്ങളെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കിയതാണ്. ഞാനും മോളും കൂടി പോയി. മോനണ്ട് നിസ്കരിച്ചാൻ പോകുമ്പോൾ ഓൻ പറഞ്ഞു നിങ്ങൾ വെക്കോളിന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പേടിയൊന്നുമില്ല. നമ്മളെ അടുത്ത അങ്ങാടി തന്നെയാണ്. അങ്ങാടി ചെന്ന് നോക്കുമ്പോൾ എന്താ കാണാൻ രസം എന്നാ. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇപ്പോൾ ഈ രാത്രിയായിട്ട് ഷോപ്പിങ്ങിന് ഏറ്റവും നല്ലത് എന്നാൽ ഈ ചൂടൊന്നും ബാധിക്കില്ല. അപ്പോൾ ഞാൻ മാക്സി എടുക്കാണ്ട് ഇനി. അപ്പോൾ മാക്സി എടുത്ത് വേറെ ഒന്നും കാര്യമായിട്ട് എടുക്കണില്ല കേട്ടോ. അപ്പോൾ അഞ്ചത്തി ഉംറക്ക് പോയി എന്നപ്പോൾ ഒരു പർദ്ദ തന്നിക്കണേ. അപ്പോൾ അത് പിന്നെ ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ പുതിയതായിട്ട് പർദ്ദ ഉണ്ട്. അപ്പോൾ പിന്നെ മാക്സി എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് 2 എടുക്കാമെന്ന് വിചാരിച്ചിനി. അപ്പോൾ പിന്നെ തിരക്കുകൊണ്ട് കിട്ടണില്ല. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മാക്സി ചൂടെടുക്കാത്ത സൈസ് സീലായിട്ട് എടുക്കുന്നുണ്ട്. നല്ല മിൻസുള്ള സീല, കോട്ടൺ സീലയാണ്. മോക്കാണെങ്കിൽ അത് പറ്റണമില്ല. അപ്പോൾ നിങ്ങൾ മനുഷ്യന്മാരുടെ അടിയിൽ ഇടാൻ പറ്റാത്തതൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ സീല പിടിച്ച് നോക്കി കണ്ട് എടുക്കൽ. എന്താ ഇപ്പോഴത്തെ ചൂടല്ലേ. അപ്പോൾ അറിയാം ഇനിയൊരു മാസം കൂടി ആയിട്ട് ചൂടുണ്ടാവും. നിങ്ങൾ ഇപ്പം തന്നെ ചൂട് എന്ന് അറിയാണ്ട് അങ്ങനത്തെ എടുത്തിട്ടെന്ന് പറയും. എനിക്ക് ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. ചൂടിട്ട മാക്സി ഒന്നും ഇടാൻ വയ്ക്കൂലേ. നല്ല ആളുണ്ട് കേട്ടോ. പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അങ്ങാടിയുണ്ട്, നിറച്ചുണ്ട്. നല്ല രാത്രിയുള്ള നല്ല ഷോപ്പിങ്ങിന് നല്ലത്. ഈ ചൂട് ആർക്കും സഹിച്ചാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ മാസ്കൊക്കെ ഇട്ട് കണ്ടട്ടെ. ഞാൻ മാസ്കൊക്കെ ഇട്ടിക്കണേ. ഇപ്പോൾ തരേ നോമ്പ് പറ്റി കണ്ട് നമ്മളെ മുഖം വേറുള്ളവർ കാണാമെന്ന് വിചാരിച്ച് കണ്ട് മാസ്കൊക്കെ ഇട്ട് കണ്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുലിക്ക് സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോഴത്തേനും പിന്നെ മോനും വന്ന്. അപ്പോൾ എന്താ എരുമ്പുളിയുള്ളതാ അതൊക്കെ കുടിച്ചിട്ടാ. പിന്നെ നല്ല സാധനങ്ങൾ തന്നെ ഉള്ളൂ. ഇപ്പം ഈ പോലീസുകാരൊക്കെ വന്നുകാണ്ട് വിൽക്കാൻ പറ്റാത്തതൊക്കെ അടിച്ച് പൂട്ടിച്ചിട്ട്. അപ്പോൾ കുടിക്കാൻ പറ്റുന്ന സൈസ് തന്നെ ഉള്ളൂ. അവിടെ പിന്നെ കുഴപ്പമില്ല. ഒക്കെ എരും പുളിയാ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ മോള് പിന്നെ എപ്പോഴൊന്നും എടുത്തിട്ട് ഓള് ഇനി വേറെ പോയി കണ്ട് എടുക്കല്. ഓലൊക്കെ എടുക്കാൻ നിന്നാലേ പിന്നെ എനിക്ക് നേരം പോകും. ഒരുപാട് സമയം കുറിച്ച് പിന്നെ വലിയ ടെക്സ്റ്റൈൽസൊക്കെ ഒന്നും പോയിട്ടില്ല. മാക്സി കടയിലൊക്കെ പോയിട്ടുള്ളൂ. എന്താ കുടിക്കണ്ടേ എന്താ എരും പുളിയൊക്കെ ആയിട്ട് പേരെന്താണെന്നൊന്നും അറിയില്ല. പിന്നെ കുലിക്ക് സർബത്ത് വേണം അയച്ചപ്പോൾ പിന്നെ പള്ളക്കൊന്നും ഒഴിവില്ല.
അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. ഇനിയും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.